അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഹാബികൾ ആശയപരമായി കുടുങ്ങിയാൽ, അവരുടെ ആശയങ്ങൾ പാപ്പരത്തമാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ എന്ത് കളവും പ്രചരിപ്പിക്കാൻ, ഏത് തരത്തിലുള്ള ആൾമാറാട്ടം നടത്താനും യാതൊരു മടിയുമില്ലാത്തവരാണ് പ്രത്യേകിച്ച് റഫീഖ് സലഫിയെ പോലെയുള്ള ജിന്നുപൂജകരായ വിഷ്ടം ജിന്നൂരികൾ. സൗദി അറേബ്യയിലുള്ള ജിന്ന് വ്യവസായികളുമായി ബന്ധപ്പെട്ട് വിഷ്ടം ജിന്നൂരി പ്രസ്ഥാനമുണ്ടാക്കി. ഇപ്പോൾ റഫീഖ് സലഫി സമസ്തക്കാർ ആലു ഷെയ്ഖിന്റെ പേരിൽ എന്തോ കെട്ടിവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അൽമദീന പത്രക്കാരന്റെ വേഷത്തിൽ ഒരാളെ കെട്ടി എഴുന്നള്ളിച്ച് ആൾമാറാട്ടം നടത്തി കുടുങ്ങിയിരിക്കുകയാണ്. ആലു ഷെയ്ഖിനെ നമുക്കറിയാം, അയാൾ വഹാബിയാണ്, സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയാണ്. ഈ ആലു ഷെയ്ഖ് ഹറമിൽ വെച്ച് 20 റക്അത്ത് തറാവീഹ് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നയാളാണ്. 20 റക്അത്ത് നിസ്കരിച്ചാൽ നരകത്തിലേക്ക് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നവർ നരകത്തിലേക്ക് പോകുമെന്നാണ് കേരള വഹാബികൾ ഈ കാലം വരെ പ്രചരിപ്പിച്ചത്. അഥവാ ആലു ഷെയ്ഖ് അടക്കമുള്ള സൗദി അറേബ്യയിലെ വഹാബികളെല്ലാം നരകത്തിലാണെന്ന ഫത്വയാണ് കേരളത്തിൽ ഈ കാലം വരെ വഹാബികൾ പ്രചരിപ്പിച്ചത്. അതിൽ വിഷ്ടം ജിന്നുവാദികളായ റഫീഖിനെ പോലെയുള്ള ആളുകൾക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അവർ നരകത്തിലാണെന്ന് പറയാൻ പറ്റില്ല. കാരണം തറാവീഹ് നിസ്കാരം 20 നിസ്കരിക്കാം, അങ്ങനെയും ഹദീസുണ്ട് എന്ന തലത്തിലേക്കാണ് വിഷ്ടം ജിന്നൂരികൾ എത്തിയിട്ടുള്ളത്. അതിന് കാരണം സൗദി അറേബ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് വിഷ്ടം ജിന്നൂരി പ്രസ്ഥാനം. ജിന്ന് പൂജാ പ്രസ്ഥാനം ഉണ്ടാക്കാൻ പ്രചോദനം നൽകിയ നമ്മുടെ നേതാക്കൾ തന്നെ നരകത്തിലാണെന്ന് പറയേണ്ടി വരും എന്ന ബോധത്തിൽ നിന്നാണ് 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നവർ നരകത്തിലാണെന്ന പിഴച്ച വാദത്തിൽ നിന്ന് അവർ പിറകോട്ട് പോയത്. അതോടൊപ്പം സൗദി അറേബ്യയിലെ കൃത്യമായി 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്ന ആലു ഷെയ്ഖ് 20 റക്അത്ത് നിസ്കരിക്കാത്തവരെ സംബന്ധിച്ച് ഒരു ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അൽമദീന പത്രത്തിലാണ് അത് നൽകിയിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് റഫീഖ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. റഫീഖ് സലഫി ഇനി കേട്ടില്ലെന്നോ കണ്ടില്ലെന്നോ പറയണ്ട. സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് 2006 സെപ്റ്റംബർ 27 അൽമദീന പത്രത്തിന് വേണ്ടി മുഹമ്മദ് റാബി സുലൈമാനുമായി അഭിമുഖ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. ഇരു ഹറമുകളിലും നടത്തപ്പെടുന്ന 20 റക്അത്ത് തറാവീഹ് നിസ്കാരം സ്വീകാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോട് യോജിച്ചതുമാകുന്നു. ഓ സഹോദര, 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നവർ പുത്തൻ ആചാരം ചെയ്യുന്നവരല്ല, മറിച്ച് അവർക്കതിന് പൂർവികരുടെ ചര്യ തെളിവുണ്ട്. സ്വലഫു സ്വാലിഹികൾ 20 റക്അത്തായിരുന്നു നിസ്കരിച്ചിരുന്നത്. ഹംബലി മദ്ഹബുകാരും മറ്റു മദ്ഹബുകാരും 20 റക്അത്താണെന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. പിന്നെ എന്തിനാണ് 20 റക്അത്ത് നിസ്കരിക്കുന്നവർക്കെതിരെ തെളിവുകൾ തേടി നടക്കുന്നത്? തുടർന്ന് അദ്ദേഹം പറയുകയാണ്, ഞാൻ അഭിപ്രായപ്പെടുന്നു, ആരെങ്കിലും ഹറമിലെ ഇമാമിന്റെ കൂടെ 20 റക്അത്ത് നിസ്കരിക്കാതെ പിരിഞ്ഞു പോരുന്നുവെങ്കിൽ അവന്റെ മേൽ അള്ളാഹുവിന്റെ വിശുദ്ധ വചനത്തിൽ പറഞ്ഞത് ഞാൻ ഭയപ്പെടുന്നു. അള്ളാഹു പറയുന്നു, സത്യം മനസ്സിലായതിനു ശേഷം ആരെങ്കിലും റസൂലിന് എതിര് പ്രവർത്തിക്കുകയും സത്യവിശ്വാസികളല്ലാത്തവരുടെ മാർഗം പിന്തുടരുകയും ചെയ്താൽ അവൻ ഏറ്റെടുത്തത് അവനെ കൊണ്ട് വഹിപ്പിക്കുകയും നരകത്തിൽ അവനെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. നരകം ഏറ്റവും ചീത്തയായ മടക്ക സ്ഥലം തന്നെ എന്ന് വരുന്ന ആയത്താണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ട് ആലു ഷെയ്ഖ് പറയുകയാണ്, നമ്മൾ ഉറപ്പിച്ചു പറയുന്നു, നിശ്ചയം സലഫുകളായ മഹത്തുക്കൾ വിത്തറോടുകൂടി തറാവീഹ് 23 റക്അത്താണ് നിസ്കരിച്ചിട്ടുള്ളത്. ശേഷം മുസ്ലിങ്ങൾ മുഴുവനും 1-ാം നൂറ്റാണ്ട് മുതൽ, അഥവാ ഖുലഫാ ഉർ റാഷിദുകളുടെ കാലം മുതൽ ഈ കാലം വരെ അള്ളാഹുവിന്റെ ഹറമുകളിൽ ചര്യയാക്കി തുടർന്നു പോകുന്നതും 20 റക്അത്താണ്. ആകയാൽ ഇതിന് എതിർക്കുന്നവനും 20 റക്അത്ത് നിസ്കരിക്കുന്ന ഇമാമിനെ തുടരാത്തവരും മുസ്ലിങ്ങളോട് വിരോധം വെച്ച് പുലർത്തുന്നവനും മുസ്ലിം കൂട്ടായ്മയിൽ നിന്ന് തെറിച്ചു പോയവനുമാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് നമുക്ക് നിർബന്ധമായിട്ടുള്ളത്
20 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. അൽ മദീന ദിനപത്രം പേജ് 18, 27/9/2006. ശരിക്ക് കേട്ടോ റഫീഖെ, 27/9/2006 അൽ മദീന ദിനപത്രത്തിന്റെ 18ാമത്തെ പേജ് പരിശോധിച്ചാൽ ഈ ലേഖനം നിനക്ക് കാണാവുന്നതാണ്. അല്ലാതെ ആൾമാറാട്ടം നടത്തിയിട്ട് കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എഴുതി വെച്ചു എന്നല്ല. ആള് വഹാബിയാണെങ്കിലും വിത്രടക്കം 23 റക്അത്താണ് അദ്ദേഹം നിസ്കരിക്കാറുള്ളത്. ഇത് റഫീഖിന് നിഷേധിക്കാൻ കഴിയില്ല എന്നിരിക്കെ റഫീഖിന്റെ വിടുവായുത്തങ്ങൾ ഒന്ന് കേട്ടു നോക്കാം. കേരളത്തിലെ സമസ്ത വിഭാഗങ്ങൾ അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ സത്യത്തിൽ സങ്കടം തോന്നുകയാണ്. എന്താ കാര്യം? വഹാബികൾ എന്തൊക്കെയോ കൊണ്ടുവന്നു. അവസാനം സൗദി അറേബ്യയിൽ നിന്ന് ജിന്നുപൂജ കൊണ്ടുവന്നു. സമസ്തക്കാർ അത് ഏറ്റെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റഫീഖിന് സങ്കടം തോന്നുകയാണ്. ഇവരുടെ ആശയം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ഇവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന രീതി എത്രമാത്രം ഹീനമാണ്. സ്വന്തം സ്വഭാവമാണ് വിളിച്ചു പറയുന്നത്. ആ സ്വഭാവം എന്താണെന്ന് റഫീഖ് ഒന്നുകൂടിയും വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. സ്വന്തം കൈകളെ കൊണ്ട് തന്നെ പച്ചക്കളവുകൾ ഇവർ തന്നെ പടച്ചുണ്ടാക്കി എഴുതി അത് പ്രചരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ആശയ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സമസ്തക്കാർ. ഇത് യഥാർത്ഥത്തിൽ ചെയ്തത് റഫീഖാണ്. റഫീഖ് ചെയ്തത് സമസ്തയുടെ പേരിൽ വെച്ച് കെട്ടുകയാണ്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. അത്രമാത്രം ആശയ പാപ്പരത്വമാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സമസ്തക്കാർ ആശയപാപ്പരത്വത്തിലാട്ടോ. അതുകൊണ്ടാണ് സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായ ആലു ഷെയ്ഖ് 20 റക്അത്ത് നിസ്കരിക്കുന്നത്. തറാവീഹ് നിസ്കാരം ഹറമില് നിസ്കരിക്കാൻ വരുന്ന സർവ്വ വഹാബികളും 20 റക്അത്ത് തറാവീഹ് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നത് സമസ്തക്ക് ആശയപാപ്പരത്തുള്ളണ്ട. കേരളത്തിൽ ഇപ്പോ 20 റക്അത്ത് നിസ്കരിക്കുന്ന സമസ്തക്കാര് പുത്തൻവാദികളല്ല. അവരതിന്റെ പേരിൽ പുത്തൻവാദികളാക്കാൻ പറ്റൂല, നരകാവകാശികളാക്കാൻ പറ്റൂല എന്ന് പറയേണ്ടി വന്നതും സമസ്തയുടെ ആശയപാപ്പരത്താണ്. മനസ്സിലായല്ലോ? സാധാരണ റമദാൻ മാസമായാൽ സമസ്തക്കാര് പ്രചരിപ്പിക്കുന്ന ആലു ഷെയ്ഖിൻ്റെ പേരിലുള്ളൊരു പോസ്റ്റുണ്ട്. എല്ലാ വർഷവും റമദാനിൽ അവരത് സൂക്ഷിച്ചു വെച്ച് റമദാൻ അടുക്കുമ്പോൾ അതല്ലെങ്കിൽ റമദാനായാൽ അവരത് പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കും. ആലു ഷെയ്ഖ് എന്ന വഹാബിയുടെ ടെക്സ്റ്റ് മെസ്സേജുകളോ ലേഖനങ്ങളോ തറാവീഹ് നിസ്കാരം 20 റക്അത്താണ് എന്നതിന് തെളിവായി സമസ്തക്കാർ പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. വഹാബികളുടേത് ആശയ പാപ്പരത്വമാണ്. ആ ആശയ പാപ്പരത്വം ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വഹാബികൾ എന്ന് പറഞ്ഞാൽ എല്ലാ വഹാബികൾക്കും ഒരേ ആശയമല്ല, പലവിധ ആശയങ്ങളാണ് വഹാബികൾക്കുള്ളത് എന്ന് മുസ്ലിം സമുദായത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. പിഴച്ചുപോയ വഹാബി പ്രസ്ഥാനത്തിലേക്ക് ആരും പോകരുതെന്ന് കരുതിയിട്ടാണ് ആ വിഷയം എടുത്തു കാണിക്കുന്നത്. അല്ലാതെ മുസ്ലിമീങ്ങളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആലു ഷെയ്ഖ് പറയുന്നതിന് മുമ്പേ 20 റക്അത്ത് നിസ്കരിക്കുന്നവരാണ് ഞങ്ങൾ. റഫീഖിന്റെ വർത്താനം കേട്ടെത്തോന്നും 2006 ആലു ഷെയ്ഖ് അഭിമുഖത്തിലൂടെ അൽ മദീന പത്രത്തിൽ 20 റക്അത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ നിസ്കാരം തുടങ്ങിയതാ. എന്താണ് ആ പോസ്റ്റിന്റെ രത്നചുരുക്കം? അതിൽ പറയുന്നത് തറാവീഹ് 20 റക്അത്ത് നമസ്കരിക്കാത്തവർ നരകം ഭയപ്പെടട്ടെ എന്ന് സൗദിയിലെ ഗ്രാൻഡ് മുഫ്തിയായ ആലു ഷെയ്ഖ് ഇതാ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കുറച്ച് അറബി ടെക്സ്റ്റൊക്കെ എഴുതിയുണ്ടാക്കി അതിൻ്റെ മലയാളവും കൊടുത്ത് ഒരു പത്രത്തിൻ്റെ പേരും കൊടുത്തുകൊണ്ടാണ് ഇവരിങ്ങനെ വ്യാപകമായ നിലക്ക് ഇത് പ്രചരിപ്പിക്കുന്നത്. പത്രത്തിന്റെ പേര് മാത്രമല്ല കൊടുത്തത്, പത്രത്തിന്റെ പേജ് നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പത്രത്തെ കുറിച്ച് ആൾമാറാട്ടം നടത്തേണ്ട ഗതികേട് നിനക്ക് വന്നിട്ടുള്ളത്. ആലു ഷെയ്ഖ് 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നയാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് 20 റക്അത്ത് നിസ്കരിക്കാത്ത അതിനെ തള്ളിപ്പറയുന്നവർ നരകത്തിലാണെന്ന്. 20 റക്അത്ത് നിസ്കരിക്കുന്നവരാണ് നരകത്തിലെന്ന വാദമാണ് ആലു ഷെയ്ഖിനെങ്കിൽ ആലു ഷെയ്ഖ് 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുവോ? വലിയൊരു സംഭവം കിട്ടിപ്പോയി എന്ന നിലക്ക് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനേക്കാളും വലിയൊരു സംഭവമായി വഹാബിയായ ആലു ഷെയ്ഖിന്റെ
ഈ ഫത്വ ഞങ്ങൾ കാണുന്നില്ല. നിങ്ങളുടെ ആശയപ്പാപ്പരത്വം, നിങ്ങൾ തന്നെ പരസ്പരം ഒരു വിഷയത്തിൽ യോജിപ്പിലല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അത് നന്നായി നിങ്ങൾക്ക് കൊണ്ടിട്ടുമുണ്ട്. എന്നിട്ട് അതിലിങ്ങനെ പറയുന്നുണ്ട്, വക്കാല സമാഹത്തുഹു, അതായത് ആലു ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്, അറ ഞാൻ അഭിപ്രായപ്പെടുന്നത്, മനിൻസറഫ അനിൽ ഇമാമി, ഇമാമിൻ്റെ കൂടെ തറാവീഹ് നിസ്കരിക്കുമ്പോൾ ആരെങ്കിലും പിരിഞ്ഞുപോയി, വലം യുസല്ലി മഅഹു അൽ ഇശ്രീൻ, 20 നിസ്കരിച്ചില്ല എങ്കിൽ അഹ്ഷ അലൈഹി മിൻ ഖൗലിഹി ജല്ല വഅല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ അവൻ്റെ വാക്ക്, അതാണ് ഞാൻ അവരുടെ മേൽ ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ ഒരു ആയത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ എന്ന് പറയുന്ന ഖുർആനിലെ ആയത്ത് പോലും എടുത്തുദ്ധരിച്ച് ആലു ഷെയ്ഖിൻ്റെ പേരിൽ സമസ്തക്കാര് തന്നെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇതാ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലു ഷെയ്ഖിന്റെ പേരിൽ സമസ്തക്കാര് പ്രചരിപ്പിച്ചല്ല. 27/9/2006 പുറത്തിറങ്ങിയ അൽമദീന ദിനപത്രത്തിന്റെ 18ാമത്തെ പേജിൽ പറഞ്ഞത് നിങ്ങളെപ്പോലെയുള്ള പടുജാഹിലീങ്ങൾക്ക് കാണിച്ചു തരികയാണ് സുന്നി പ്രവർത്തകർ ചെയ്തിട്ടുള്ളത്. ഞാനിത് പറയാൻ കാരണം, ഞാൻ ബോധപൂർവമാണ് പറയുന്നത്. ബോധമുണ്ടെങ്കിലല്ലേ ബോധപൂർവം പറയലേ. ഏതെങ്കിലും സമസ്തക്കാർക്ക് നിങ്ങൾ ഈ പറയുന്നത് എന്താണ്, 2006 അൽമദീന പത്രത്തിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു എന്ന നിലക്കല്ലേ നിങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? സർവ്വ സമസ്തക്കാരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആർജവമുള്ളവർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാം. ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത സഖാഫി അടക്കമുള്ളവർക്ക് എൻ്റെ വെല്ലുവിളി സ്വീകരിക്കാം. അൽമദീന പത്രത്തിൽ 2006 അൽമദീന പത്രത്തിൽ, അതല്ലെങ്കിൽ ഇനി അത് വേണ്ട, അൽമദീന പത്രത്തിൽ നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്നത് കാണിച്ചു തരാൻ ഏതെങ്കിലും ആൺകുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങളത് കാണിച്ചു തരണം. നിങ്ങൾക്ക് മുന്നോട്ട് വരാം, എൻ്റെ വെല്ലുവിളി സ്വീകരിക്കാം. 27/9/2006 പുറത്തിറക്കിയ അൽമദീന പത്രത്തിന്റെ 18ാമത്തെ പേജിലുണ്ട്. പേജ് നോക്ക് ചങ്ങായി, അപ്പൊ കാണും. ഇത് ബോധപൂർവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ബോധമില്ലാത്ത നിനക്ക് വേണ്ടിയാണ് തെളിവിട്ടിട്ടുള്ളത്. ഇനി പറ. ഇങ്ങനെ ഒരു പ്രചാരണം ഉണ്ടായപ്പോൾ സഹോദരങ്ങളെ, അൽമദീന പത്രവുമായി നമ്മൾ ബന്ധപ്പെട്ടു. നമ്മളുമായി ബന്ധമുള്ള ആളുകൾ അൽമദീന പത്രത്തിന് മെസ്സേജ് അയച്ചു. റഫീഖ് എന്തെങ്കിലും ഒന്ന് പറ. നീ ബന്ധപ്പെട്ടു എന്ന് പറ, അല്ലെ നീയുമായി ബന്ധപ്പെട്ടവർ ബന്ധപ്പെട്ടു എന്ന് പറ. ആദ്യം പറയും നമ്മൾ ബന്ധപ്പെട്ടു, പിന്നെ പറയുന്നത് നമ്മളുമായി ബന്ധമുള്ളവർ ബന്ധപ്പെട്ടു. നിങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? ആലു ഷെയ്ഖിന്റെ പേരിൽ ഈ നിലക്കുള്ളൊരു വാർത്ത വ്യാപകമായ നിലക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ ചില ആളുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വസ്തുത എന്താണ്? അൽമദീന പത്രത്തോട് നമ്മൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഔദ്യോഗികമായ നിലക്ക് പത്രത്തിൽ നിന്ന് കിട്ടിയ വിവരം എന്താണ്? റഫീഖ് അൽമദീന പത്രവുമായി ബന്ധപ്പെട്ടു. അപ്പൊ റഫീഖിന് ഔദ്യോഗികമായിട്ട് വിവരം ലഭിച്ചു പോലും. അതിന്റെ ഔദ്യോഗികതയാണ് ഇനി നാം പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. റഫീഖ് പറയട്ടെ. നിങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? ആലു ഷെയ്ഖിന്റെ പേരിൽ ഈ നിലക്കുള്ളൊരു വാർത്ത വ്യാപകമായ നിലക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ ചില ആളുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വസ്തുത എന്താണ്? അൽമദീന പത്രത്തോട് നമ്മൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഔദ്യോഗികമായ നിലക്ക് പത്രത്തിൽ നിന്ന് കിട്ടിയ വിവരം എന്താണ്? ഇതാ, നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് കാണാം. ഞാനത് വായിക്കാം. സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ ആ ചോദ്യവും അതിന് പത്രക്കാർ തന്ന മറുപടിയും കൃത്യമായ നിലക്ക് വായിക്കുകയാണ്. ഇനി ആർക്കെങ്കിലും ഞാൻ ഈ വായിക്കുന്നതിൽ സംശയമുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടാം. അൽമദീന പത്രത്തിൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ തരാം. നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടാം. ഇവരുടെ പച്ചക്കളവ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. മുൻകൂർ ജാമ്യം എടുക്കുക. കള്ളം പത്തായത്തിൽ പോലും ഇല്ല. റഫീഖ് നീ പറഞ്ഞുകൊണ്ടിരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കി കള്ളം പത്തായത്തിൽ തന്നെ ഉള്ളത്. ബാക്കി പറ. എന്താണ് ചോദ്യം? കേട്ടോ. ഹാദിഹി ഫത്വ, ഈ ഒരു ഫത്വ ഉണ്ടല്ലോ, ഇൻതശറത്ത് ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ അതിങ്ങനെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. വബഹ്തിന കസീർ ഫിന്നത്തി അൻഹ, ഇന്റർനെറ്റിൽ ഞങ്ങൾ ധാരാളമായി അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു, സെർച്ച് ചെയ്തു നോക്കി. വലം നജിദ്ഹ, ഇങ്ങനെ ഒരു പത്രം അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത അൽമദീന പത്രത്തിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നവദ്ദു തഅക്കുദ മിൻ സിഹ്ഹത്തിൽ മസ്തരി അവിൽ മഅലൂമ വശുക്ര, അതുകൊണ്ട് തന്നെ ഈ വാർത്തയുടെ അവലംബം ഏതാണ്, അതല്ലെങ്കിൽ ഈ വാർത്തയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിവരമുണ്ടെങ്കിൽ അതിൻ്റെ സത്യസന്ധത അതറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അൽമദീന പത്രത്തിലെ ഉത്തരവാദിത്വമുള്ള ആളുകൾക്ക് മെസ്സേജ് അയച്ചപ്പോൾ അവർ കൊടുത്ത മറുപടി നിങ്ങൾക്കതിൻ്റെ താഴെ കാണാം.
ശരിക്കും വായിക്കാം. സമസ്തക്കാരുടെ കളവിത അവിടെ പൊളിയാൻ പോവാൻ. സമസ്തക്കാരുടെ കളവ് പൊളിയാൻ പോകുന്നുണ്ട്. നോക്കോ, കേട്ടോ. എന്താണ് പത്രം നൽകിയ മറുപടി? നഅ്തദിറു ലാകിൻ ലം യതിമ്മ നശ്റുഹാ ഫീ ജരീദത്തിൽ മദീന. മദീന പത്രത്തിൽ, അൽ മദീന പത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം പ്രസിദ്ധീകരിച്ചിട്ടേ ഇല്ല. നോക്കൂ നിങ്ങൾ, അല്ലാഹു അക്ബർ. ഇവർ ഈ പ്രചാരണം നടത്തുന്ന നിലക്കുള്ള ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടേ ഇല്ല. വശുക്രൻ. അതുകൊണ്ട് നിങ്ങൾക്ക് നന്ദി. ലിവഈക്കും വതഫഹുമിക്കും, അടിവരയിടേണ്ട ഒരു മറുപടിയാണത്. എന്താ പറയുന്നത് പത്രം? നിങ്ങൾ ഈ പ്രശ്നം കൃത്യമായി ഗ്രഹിച്ചതിനാൽ, നിങ്ങളിത് മനസ്സിലാക്കിയതിനാൽ നിങ്ങൾക്ക് നന്ദി എന്നാണ് പത്രം പറഞ്ഞത്. അതായത് നിങ്ങൾ കൃത്യമായി ഈ വിഷയം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് പത്രത്തിന്റെ പേരിൽ ആരോ പടച്ചുണ്ടാക്കിയതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, നിങ്ങൾ ഗ്രഹിച്ചല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പറയുകയാണ് എന്നാണ് പത്രം പറയുന്നത്. മനസ്സിലാക്കിയത് കൊണ്ട് ഭയങ്കര നന്ദിയാ കിട്ടി. എന്നാലോചിച്ച് നോക്ക്, എത്ര കൃത്യമാണ്. നഅ്തദിറു, സോറി എന്നാ പറഞ്ഞു. ലാകിൻ ലം യതിമ്മ നശ്റുഹാ, ഞങ്ങൾ അങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടേ ഇല്ല, ഞങ്ങൾ അങ്ങനെ വാർത്ത കൊടുത്തിട്ടേ ഇല്ല ഫീ ജരീദത്തിൽ മദീന. എന്നിട്ട് നോക്കൂ നിങ്ങൾ, അപ്പൊ ഇതാണ് ഇവരുടെ സ്ഥിതി. അപ്പൊ ഇതാണ് സ്ഥിതി. റഫീഖിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അൽ മദീന പത്രത്തിന്റെ ഔദ്യോഗിക വക്താവാണ് റഫീഖിന് ഈ മറുപടി നൽകിയതെങ്കിൽ, വേണ്ട, സൗദി അറേബ്യയിലുള്ള ഏതെങ്കിലും ഒരു പൗരനാണ് റഫീഖിന് ഈ മറുപടി നൽകിയതെങ്കിൽ അത് തെളിയിച്ചാൽ റഫീഖ് പറയുന്ന പണി ഞാൻ എടുക്കും. പിശാചിനെ പൂജിച്ച് പിശാചിന്റെ പണിയെടുത്ത് സമസ്തക്കാരെ കള്ളന്മാരാക്കാൻ നോക്കിയാൽ അതിനു വേണ്ടി കുഞ്ഞാടുകളായ വിഷ്ടൻ ചിന്നൂരികളുടെ മുമ്പിൽ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അവരെണ്ണാക്ക് തൊടാതെ വീങ്ങുന്നത് പോലെ എല്ലാരും വിഷ്ടൻ ചിന്നൂരികളാണ്, എല്ലാരും ജിന്നുപൂജകരാണ് എന്ന് റഫീഖ് തെറ്റിദ്ധരിക്കരുത്. ഞാൻ ചോദിക്കട്ടെ റഫീഖെ, നീ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ജനങ്ങൾക്കിടയിൽ അൽ മദീന പത്രത്തെ കുറിച്ച് വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. ഇസ്ലാമിലില്ലാത്ത ഒരു വാദം അൽ മദീന പത്രത്തിൽ ആലു ഷെയ്ഖിൻ്റെതായി ഒരു വാർത്ത വരക്കുന്നുണ്ട്, വ്യാപകമായി ലോകം മുഴുവനും പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നാണ് റഫീഖ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിനക്ക് കിട്ടിയ മറുപടിയാണത്രേ, നീ അത് മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിന്നോട് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് റഫീഖിന്റെ വാട്സപ്പില് മെസ്സേജ് അയച്ചുകൊണ്ട്, മറുപടി അയച്ചുകൊണ്ട് റഫീഖിനെ സമാധാനിപ്പിച്ചു, റഫീഖിന് നന്ദിയും പറഞ്ഞു അല്ലെ. അതിനപ്പുറത്തേക്ക് അൽ മദീന പത്രം ഇത് വ്യാജ വാർത്തയാണ്, ഞങ്ങൾ അങ്ങനെ ഒരു വാർത്ത കൊടുത്തിട്ടില്ല, ഞങ്ങളുടെ പേരിൽ ലോകവ്യാപകമായി ഒരു വ്യാജ വാർത്ത പരക്കുന്നുണ്ട്, അതിനെതിരെ ഞങ്ങൾ നടപടി സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് അൽ മദീന പത്രത്തിന്റെ ഏതെങ്കിലും ഒരു സൈഡിലെങ്കിലും ഇങ്ങനെ ഒരു കുറിപ്പ് കാണിച്ചു തരാൻ പറ്റുമോ റഫീഖെ? കഴിയില്ല. വെല്ലുവിളിക്കുകയാണ് ഞാൻ. കാരണം ഇത് വ്യാജ വാർത്തയല്ല, അൽ മദീന പത്രത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ്, ആലു ഷെയ്ഖ് നൽകിയിട്ടുള്ള വാർത്തയാണ്. ഒരു പത്രത്തെ കുറിച്ചോ ഒരു സ്ഥാപനത്തെ കുറിച്ചോ വ്യാജ വാർത്ത വന്നു കഴിഞ്ഞാൽ ആ പത്രത്തിൽ പറയും, ഞങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തിട്ടില്ല, ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആരോ ചെയ്തു കൂട്ടിയ പരിപാടിയാണ്, അതിനെതിരെ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും. ഏത് പത്രവും ചെയ്യുന്ന പരിപാടിയാണ്. എന്നാൽ അൽ മദീന പത്രം അങ്ങനെ ചെയ്തിട്ടില്ല. ചെയ്യാത്തതിന് കാരണം അൽ മദീന പത്രത്തെ കുറിച്ച് ആരും വ്യാജ വാർത്ത പ്രചരിപ്പിച്ചിട്ടില്ല. റഫീഖ് അൽ മദീന പത്രത്തിന്റെ ഔദ്യോഗികമായ ഒരു വക്താവിനോടും ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല, അവര് മറുപടി പറഞ്ഞിട്ടില്ല. ഇവനൊരു വിഷ്ടൻ ചിന്നൂരിക്ക് ചോദ്യം അയച്ചു, അതിനുള്ള മറുപടി വിഷ്ടൻ ചിന്നൂര് നൽകി. അഥവാ അൽ മദീന പത്രത്തിന്റെ പേരിൽ റഫീഖും അവന്റെ കൂട്ടാളിയും ആൾമാറാട്ടം നടത്തി. വഹാബികളെ പോലെ വിഷ്ടൻ ചിന്നൂരികളെ പോലെ സമസ്തക്കാര് കള്ളന്മാരാണെന്ന് വരുത്തി തീർക്കാൻ. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.